ഇന്ത്യയെ തങ്ങളുടെ കോളനിയാക്കി വച്ചിരുന്ന കാലത്ത് ആൻഡമാനിൽ ബ്രിട്ടീഷുകാർ അവധിക്കാലം ചെലവഴിക്കാനും അവരുടെ കേളിഗ്രഹങ്ങളായും ഉപയോഗിച്ചിരുന്ന റോസ് ഐലൻഡാണ് ഇത്. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇന്നുള്ളത്. പിന്നീട് ഈ ഐലൻഡിൻ്റെ പേര് സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് അഥവാ സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കടൽ തീരത്ത് ഇത്തരത്തിലുള്ള പവർ ഹൗസായി ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടമാണിത്. ഈ കെട്ടിടത്തിൻ്റെ ഇവിടെ വേരുകൾ വളർന്നു നിൽക്കുന്ന ഈ കെട്ടിടത്തിനെ കാണുമ്പോൾ ഒരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, പൊന്നാനിയിൽ നേരത്തെ പോർച്ചുഗീസുകാരുടെയും മറ്റും കാലത്ത് കടൽ തീരത്തുണ്ടായിരുന്ന വെയർ ഹൗസായി ഉപയോഗിച്ചിരുന്ന ബിൽഡിങ്ങിൻ്റെ ഉൾപ്പെടെ അതിൻ്റെ അവശിഷ്ടങ്ങളിലും ഇതുപോലെ വേര് പടർന്നു നിൽക്കുന്നതായി കാണാം. പൊന്നാനി പോയി സന്ദർശിച്ചവർക്ക് വേഗത്തിൽ മനസ്സിലാകും. ഇതുപോലെ കടലിനോട് അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്ത് വേര് പടർന്ന ചുമരുകളിൽ വേര് പടർന്ന കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെയും നിർമ്മിതി ഇതുപോലെ തന്നെ ഇഷ്ടിക ഉപയോഗിച്ച് വേരുകൾ ആ തരത്തിലുള്ളതായിരുന്നു. അന്നത്തെ കാലത്ത് പഴയ ചരക്ക് നികുതി അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കടൽ വഴിയുള്ള വ്യാപാരവും മറ്റുമൊക്കെ ഉള്ളതിനുള്ള വെയർ ഹൗസുകളായിട്ട് ഉപയോഗിച്ചിരുന്ന, പ്രത്യേകിച്ചും അവിടെ പോർച്ചുഗീസും പിന്നീട് ബ്രിട്ടീഷുകാരുടെയും കാലത്തൊക്കെ ഉണ്ടായിരുന്ന കടൽ ചുങ്കം മറ്റുമൊക്കെ അതിനു വേണ്ടിയിട്ടുണ്ടായിരുന്ന ഓഫീസുകളും ബിൽഡിങ്ങുകളായിരുന്നു. സമാനമായി ആ ബിൽഡിങ്ങുകൾ ഇപ്പോഴും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ആൻഡമാനിലെ ഈ നമ്മൾ കാണുന്ന റോസ് ഐലൻഡിലെ റോസ് ദ്വീപിലെ ഈ ബിൽഡിങ്ങുകളും ഏറെക്കുറെ സമാനമായ രൂപത്തിലാണെന്ന് കാണാൻ കഴിയും.